മാങ്കുളത്തെ അമ്പിളിയല്ലേ ഇവിടുന്ന് പോയത്? അവർക്ക് തന്നെ ഇവിടെ കാര്യം. ഏതമ്പിളി? പിന്നെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, പറഞ്ഞേക്കാം. സജീവ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ സംസാരിക്കണ്ട കേട്ടോ. അല്ലേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. അല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നാമത് പോലീസും കോടതിയായിട്ട് കയറി ഇറങ്ങി നടക്കുക. ഇനി പെണ്ണുകേസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന്റെ പണി നോക്കി പോടാ. അല്ലേ, ഇത് അമ്പിളിയുടെ മാലയല്ലേ, ഇതെങ്ങനെ നിന്റെ കഴുത്തി വന്ന്? ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട കാര്യം നിനക്കില്ല. നിനക്ക് പോവാം. അല്ലേ, ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചെടുത്തോ. ഞാനും അശോകൻ കൂടെ പോയ ആ മാല വാങ്ങിയത്. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, വന്ന വഴി പോകാൻ നോക്ക്. അപ്പോഴേ എന്റെ മോളെ കല്യാണം എടുത്തു. നിന്റെ കുറെ സ്വർണ്ണം ഉണ്ടെന്ന് നീ എന്നെ ഒന്ന് സഹായിച്ചു പറ്റുമോ? 20,000 സ്വർണം നീ എനിക്ക് തരണം. 10,000 രൂപ ഞാൻ ലൊക്കം തരാം. ബാക്കി പൈസ കല്യാണം കഴിഞ്ഞ ഉടനെ തരാം. പിന്നെ സ്വർണം ഞാൻ തരാം, പക്ഷെ മറ്റാരും അറിയരുത്. നീ തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ എനിക്ക് എന്റെ മോളെ കല്യാണം നടക്കണം, അത്രേ ഉള്ളൂ. അല്ലെ, എന്നെ സഹായിച്ചവരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ ശരി, കാണാം. ണ്ട് എന്താ ചെയ്യ? ആര് സോം സാറോ? എന്താ സാറേ ഇതില്? ഈ സ്റ്റേഷൻ വരെ അത് വരാൻ സാറ് പറഞ്ഞിട്ടുണ്ട്. വൈക്കത്ത് ഒരു വീട് കുത്തി തുറന്ന് കുറെ രൂപയും ആഭരണം പോയിട്ടുണ്ട്. അത് നീയാണോ എടുത്തെന്നറിയാൻ? എന്റെ സാറേ, ഞാൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. എന്നെ വെറുതെ വിട്ടേ. നിനക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാർ എന്ത് വർത്താനാ സാറേ ഈ പറയുന്നത്? വീട്ടിൽ കിടക്കുന്നവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകാനാ? കാട്ടവനെ പോയി പിടിക്കും സാറേ. ഒരു കളവ് നടന്നാൽ പരിസരത്തുള്ള കള്ളന്മാരെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന രീതി അത് പണ്ടേ ഞങ്ങൾക്കുള്ളതാണ്. അതാ വരാൻ പറഞ്ഞത്. എനിക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് ഞാൻ നിങ്ങൾക്ക് തരാറില്ലേ? പിന്നെ എന്തിനാ സാറേ പിന്നെയും പിന്നെയും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്താണ് അതിന്റെ കയ്യിൽ പൊതി? ഒന്നുമില്ല സാറേ, അത് വേറെ സാധനം. ഞാനതൊന്ന് നോക്കട്ടെ. അങ്ങനെ നോക്കണ്ട. ആവശ്യമില്ലാതെ പണി കാണിക്കുക.